സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്ന നമ്മുടെ ഒരു പഠന സംരംഭമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൂദാശ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നമ്മൾ ഉത്തരം തേടുകയായിരുന്നു. ഇന്ന് നമ്മൾ ആ സംശയങ്ങളുടെ തുടർച്ച എന്ന വണ്ണമാണ് ഇന്ന് ഈ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കൂദാശ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുദിന ജീവിതത്തിലെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനായി നമ്മോടൊപ്പമായിരിക്കുന്നത് ശാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനുമായ അഭിനന്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ എപ്പിസോഡിലും ഇന്നും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ചർച്ചയെ മുന്നോട്ട് നയിക്കുവാനുമായി കൂടി എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ആലക്കോട് ഫൊറോനയിലെ കാർത്തികപുരം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്, നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ശാലോമിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള അനേകം പ്രേക്ഷകർ പിതാവിൻ്റെ ഈ ക്ലാസ് കേട്ടപ്പോൾ മാമോദിസയെക്കുറിച്ച് ഈ ഒരു സംശയം ഒന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അവരുടെ ഉള്ളിൽ താല്പര്യമുണ്ടാകും. അത് നിങ്ങളിലൂടെ ഇന്ന് ആ ചോദ്യം ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പിതാവേ, പഴയ നിയമത്തിൽ മാമോദിസ എന്നുള്ള ഒരു സമ്പ്രദായം കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ ആ സമ്പ്രദായമുണ്ട്. ഈശോയെ 8-ാം ദിവസം ദേവാലയത്തിൽ കൊണ്ട് കാഴ്ചവെച്ചു എന്നുള്ളത് അത് മാമോദിസായുമായിട്ട്, ഇന്നത്തെ മാമോദിസായുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുന്ന കാര്യമാണോ? മനുസാറിന് എന്ത് സംശയമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. ഈ പഴയ കാലത്ത് നോഹയുടെ ജലപ്രളയം ഒരു മാമോദിസായി കരുതപ്പെടുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കാം. മതബോധന ഗ്രന്ഥം ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറിന് ആ സംശയം തോന്നിയത് അല്ലേ? ഓക്കെ, ഫൈൻ. യെസ്, ഇവർ രണ്ടുപേരും പഴയ നിയമവുമായി ബന്ധപ്പെട്ട മാമോദീസായുടെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. പഴയ നിയമത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള സ്നാന പ്രക്രിയ ഒരു മതപ്രവേശന ക്രിയയായിട്ടില്ലായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അവിടെയും എന്തൊക്കെയോ സ്നാനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈശോ വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ ഈ പണിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്രകാരമുള്ള ക്ഷാളനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വെള്ളമൊഴിച്ചുള്ള കഴുകൽ ദൈവീക കർമ്മമായി കരുതുന്നത് യഹൂദ പാരമ്പര്യത്തിലുണ്ട്. അവരെവിടെയെങ്കിലും പോയിട്ട് വന്നാൽ കയ്യും കാലും കഴുകുന്നതുണ്ടായിരുന്നു. പ്രത്യേക തരത്തിലുള്ള കുളികൾ അവർക്കുണ്ടായിരുന്നു. ഇതൊക്കെയും ഒരു വിശുദ്ധീകരണ കർമ്മമായിട്ട് സ്നാനത്തെ സ്വീകരിക്കുന്ന പതിവ് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടായിരിക്കാം സ്നാപകൻ ഇപ്രകാരം അനുതാപത്തിൻ്റെ അടയാളമായിട്ട് കുറേ വെള്ളം കോരി ഒഴിക്കുക. ഈ വെള്ളത്തിൽ മുങ്ങുക, കുളിക്കുക എന്നൊക്കെയുള്ളതൊരു ആത്മീയതയുമായി ബന്ധപ്പെട്ട കർമ്മമായിട്ട് യഹൂദ മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലേ? നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നു. അതൊരു പുണ്യകർമ്മമായിട്ടും പാപമോചക കർമ്മമായിട്ടും അവരതിനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇപ്രകാരം ക്ഷാളന കർമ്മങ്ങൾ നിർവഹിച്ച ശേഷമാണ് അവരുടെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ചില ക്ഷാളന കർമ്മങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ന്യായമായി നമുക്ക് ഊഹിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്ന ദൈവമക്കളാക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്ന സഭയിൽ അംഗത്വം തരുന്ന വരപ്രസാദത്തിൻ്റെ പുതുസൃഷ്ടിയാക്കുന്ന കൂദാശ എന്ന രീതിയിൽ പഴയ നിയമത്തിൽ മാമോദീസ ഇല്ലായിരുന്നു എന്ന് പറയാം. എന്നാൽ പഴയ നിയമത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്നത് സത്യം. സൃഷ്ടിയുടെ വിവരണത്തിൽ അപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? ജലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടി നടത്താനുള്ള ഒരുക്കമാണത്, അല്ലേ? അത് മാമോദീസായുടെ ഒരു സൂചനയായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. മാമോദീസായിൽ പുതുസൃഷ്ടി സംഭവിക്കുന്ന എപ്പോഴാണ്?
ഈ ജലത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തന നിരതമാകുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ ബൈബിളിലെ ആദ്യ സൃഷ്ടി വിവരണം തന്നെ മാമോദീസായുമായി ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒന്നാണ് മനുസാറ് നേരത്തെ ചോദിച്ച ചോദ്യം, നോഹയുടെ ജലപ്രളയം അല്ലേ? നോഹയുടെ കാലത്ത് വലിയൊരു പ്രളയമുണ്ടായി എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പെട്ടകത്തിൽ കയറി നോഹ രക്ഷപ്പെട്ടു, കുടുംബം രക്ഷപ്പെട്ടു, ബാക്കിയെല്ലാം പ്രാണനുള്ളതെല്ലാം ചത്തുപോയി എന്നാണ് അല്ലേ? അപ്പോൾ വേദപാഠ ക്ലാസ്സിൽ ഒരു കൊച്ചു ചോദിച്ചു, അപ്പോൾ ആമയും അതുപോലെ മീനും ഒക്കെ ചത്തുപോയി കാണുമോ? എല്ലാം ചത്തുപോയി എന്ന് പറയുമ്പോൾ ആ പിള്ളേരിങ്ങനെ ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, അങ്ങനെയും ചാകാതിരിക്കുമോ ആർക്കറിയാം അല്ലേ? യഥാർത്ഥത്തിൽ കരയിലുള്ളതെല്ലാം ചത്തുപോയിട്ടുണ്ടാകും. കടലിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥകൾ മാറുമ്പോൾ അവയും ചത്തുപോകും അല്ലേ? ഉപ്പുവെള്ളവും മറ്റു വെള്ളവും എല്ലാം ചേർന്ന് കഴിയുമ്പോൾ. അതുപോലെ തന്നെ വലിയ ഭൂകമ്പങ്ങൾ, മണ്ണ് എല്ലാം അടിഞ്ഞുകൂടുമ്പോൾ കടലിൻ്റെ ആവാസ വ്യവസ്ഥയും നഷ്ടപ്പെട്ട് അത് ചത്തുപോയിട്ടുണ്ടാകാം. പക്ഷേ പിള്ളേർ ഇങ്ങനെ ബുദ്ധിപൂർവ്വം ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വെട്ടിലാകാറുണ്ട്. ഏതാണേലും ശരി, ബൈബിൾ പറയുന്നത് എന്താണ്? പ്രാണനുള്ളവയെല്ലാം ചത്തുപോയി. ഈ ഒരു സംഭവത്തെ മാമോദീസായുടെ സൂചനയായ വിശുദ്ധ എഫ്രേമിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ്? ഈ ഭൂമി പാപപങ്കിലമായപ്പോൾ ആ ഭൂമിയെ മുഴുവനും വെള്ളം വന്ന് മൂടി സ്നാനപ്പെടുത്തി പുതിയൊരു ഭൂമിയായി, രക്ഷിക്കപ്പെട്ട ഭൂമിയായി അതിനെ പരിവർത്തനം ചെയ്ത പ്രക്രിയയായിരുന്നു നോഹയുടെ കാലത്തെ ജലപ്രളയം എന്ന സത്യം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതൊരു പ്രതീകാത്മക പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ജോർദാൻ നദി കിടക്കുന്നത്, ചെങ്കടൽ കിടക്കുന്നത്, വെള്ളത്തിൽ ഇറങ്ങി പുറത്തേക്ക് കടക്കുമ്പോൾ അവർ പുതിയ ജനതയാകുന്നു എന്ന ഒരു സങ്കല്പം അതിൻ്റെ പിന്നിലുണ്ട് അല്ലേ? അടിമത്തത്തിലായിരുന്ന ജനം ചെങ്കടൽ കടന്ന്, ദൈവികമായ ഇടപെടലിലൂടെ ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ അവർ പുതിയ ജനതയായി, സ്വതന്ത്ര ജനതയായി. അത് മാമോദീസായുടെ ഒരു പ്രതീകമാണ് അല്ലേ? ദൈവജനം മരുഭൂമിയിൽ അലഞ്ഞുകൊണ്ടിരുന്ന ജനം യോർദാൻ നദി കടന്ന് അക്കരെ കാനാൻ ദേശത്തെത്തിയപ്പോൾ അതും മാമോദീസായുടെ ഒരു പ്രതീകമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നാം ഇന്ന് പറയുന്ന തരത്തിലുള്ള മാമോദീസ കർമ്മം പഴയ നിയമത്തിലില്ലായിരുന്നു. പക്ഷേ ഇന്ന് മാമോദീസായിലൂടെ നാം വിഭാവനം ചെയ്യുന്ന ദൈവശാസ്ത്ര സങ്കേതങ്ങളുടെ സൂചന പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിതാവേ, മാമോദീസയിലൂടെ മാത്രമാണോ ഒരാൾക്ക് സഭയിൽ അംഗമാകാൻ സാധിക്കുന്നത്? യെസ്, മാമോദീസായിലൂടെ മാത്രമാണ് ഒരാൾക്ക് സഭയിൽ അംഗമാകാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ അല്ലേ? ഈശോയെ രക്ഷകനും നാഥനുമായി വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. ആ വിശ്വാസത്തെ അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോഴാണ് ഒരു വ്യക്തി സഭയിലെ അംഗത്വം എടുക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്, മാമോദീസ സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഈശോ മിശിഹായിലുള്ള വിശ്വാസം അപൂർണമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം സഭയൊരു സംഘടനയല്ല, സഭയൊരു പ്രസ്ഥാനവുമല്ല. സഭ എന്താണ്? ഉത്ഥാനം ചെയ്ത ഈശോ മിശിഹായുടെ ഈ ഭൂമിയിലെ തുടർച്ചയാണ് സഭ. അതുകൊണ്ട് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികളും വിശ്വാസത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ മാമോദീസ സ്വീകരിച്ച് സഭയിലെ അംഗങ്ങളാകും എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ, മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. അതായത് ആഗ്രഹത്താലുള്ള സ്നാനം, രക്തത്താലുള്ള സ്നാനം, അതൊക്കെയും ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വവിഖ്യാതനായൊരു ദൈവശാസ്ത്രജ്ഞനാണ് കാൾ റാനർ, 20-ാം നൂറ്റാണ്ടിലെ വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട്, ദി അനോണിമസ് ക്രിസ്ത്യൻസ്, അജ്ഞാതരായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവർ
പ്രത്യക്ഷത്തിൽ സഭയിലെ അംഗങ്ങളല്ല, പക്ഷേ പരോക്ഷമായും അവരും മാമോദീസ സ്വീകരിക്കാതെ ഈശോ മിശിഹായെ വിശ്വസിക്കാനും ഇഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്ന അവരും ഈ സഭയുടെ പരോക്ഷ അംഗങ്ങളാണ്, അല്ലെ അജ്ഞാത ക്രൈസ്തവരാണ് എന്നൊരു സങ്കല്പം പല ദൈവശാസ്ത്രജ്ഞന്മാരും അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. സഭാപിതാവായ ജസ്റ്റിൻ ദ മാർട്ടയർ, രക്തസാക്ഷിയായ ജസ്റ്റിൻ ഇതേക്കുറിച്ച് പറയുന്നു, എല്ലാ മനുഷ്യനിലും ദൈവം തൻ്റെ വചനത്തിൻ്റെ വിത്ത് വിതച്ചിട്ടുണ്ട്. ലോഗോസ് പെർമാത്തിക്കോസ് എന്നൊരു പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എല്ലാ മനുഷ്യരിലും സത്യദൈവമായ ഈശോ മിശിഹായാകുന്ന വചനത്തിൻ്റെ വിത്ത് ദൈവം വിതച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാമോദീസ സ്വീകരിച്ചില്ലേ പോലും സൃഷ്ടിയിലൂടെ ദൈവവുമായി ബന്ധമുള്ളതിനാൽ മനുഷ്യരെ ഈ സഭയുടെ ഭാഗമായി തന്നെ കരുതണം എന്ന ഒരു സഭാദർശനം വിശുദ്ധ ജസ്റ്റിൻ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഭാപിതാവായ വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ്റെ മറ്റൊരു സുന്ദരമായ സങ്കല്പമുണ്ട്. എക്ലേസിയ ആബേൽ എന്ന് പറയുന്നു, ലത്തീനാണത്. അതായത് ആബേലിൻ്റെ കാലം മുതലേ ഉള്ള സഭ എന്നാണ്. കാരണം എന്താ, ആബേലിൻ്റെ പ്രത്യേകത എന്താ? ആബേലാണ് ആദ്യമായി മരിച്ച മനുഷ്യൻ, അല്ലേ? അതെ. അയാളുടെ കാലം മുതലേ സഭയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് മാമോദീസായും ഇല്ല, ഈ പഴയ നിയമത്തിൽ ഈ പറഞ്ഞ മാമോദീസാകളൊന്നും ഇല്ലാതിരുന്നിട്ടും ഈശോ വരുന്നതിന് മുമ്പേ സഭയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുക? ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യത, മാമോദീസായിലൂടെ ലഭിക്കുന്ന യോഗ്യത ദൈവം മറ്റ് മനുഷ്യർക്ക്, ഈശോയ്ക്ക് മുമ്പ് ജനിച്ചവർക്കും ഈശോയ്ക്ക് ശേഷം ജനിച്ചിട്ടും ഈശോയെ അറിയാൻ കഴിയാത്തവർക്കും ദൈവത്തിന് സംലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതിനാൽ ഈ പറയുന്ന അജ്ഞാത ക്രൈസ്തവർ അല്ലെങ്കിൽ സഭയിലെ പരോക്ഷ അംഗങ്ങൾ എന്നുള്ള ഒരു സങ്കല്പം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിതാവേ, എനിക്കൊരു ചോദ്യം. നമ്മുടെ മാമോദിസായിലൂടെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ പാപങ്ങൾ മോചിക്കപ്പെടുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ജോസി ടീച്ചറിൻ്റെ ചോദ്യം, നമ്മുടെ മാമോദിസായിലൂടെ നമ്മുടെ മാതാപിതാക്കളുടെ പാപം മോചിക്കപ്പെടുമോ? എങ്ങനെയാണ് നമ്മൾ മാമോദിസായെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്? ജന്മപാപവും കർമ്മപാപമുണ്ടെങ്കിൽ അതും പോക്കി നമ്മെ ദൈവത്തിൻ്റെ മക്കളും തിരുസഭയുടെ അംഗങ്ങളും നിത്യജീവൻ്റെ അവകാശികളുമാക്കി മാറ്റുന്ന കൂദാശയാണ് മാമോദീസ. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ച വ്യക്തികൾക്ക്, പ്രായപൂർത്തിയായിട്ട് സ്നാനം സ്വീകരിച്ചാൽ മാമോദീസ സ്വീകരിച്ച വ്യക്തിക്ക് കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാം. കാരണം എന്താണ്? അയാളുടെ കർമ്മപാപങ്ങളും അതിലൂടെ മോചിക്കപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് പാപം ചെയ്താൽ പിന്നെ അയാളും കുമ്പസാരിക്കണം, അത് വേറെ വിഷയം. അതേസമയം മാതാപിതാക്കളുടെ പാപം നമ്മൾ സ്വീകരിച്ചാൽ മോചിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അവർ പാപം ചെയ്താൽ അവർ കുമ്പസാരിച്ച് വ്യക്തിപരമായി പാപം ഏറ്റുപറഞ്ഞ് മോചനം സ്വീകരിക്കണം. കാരണം നമ്മുടെ മാതാപിതാക്കളുടെ പാപമല്ല ഇവിടെ ജന്മപാപത്തിൽ മോചിക്കപ്പെടുന്നത്. അതാണ് ടീച്ചർ ചോദിച്ചതിൻ്റെ പൊരുൾ, അതാണ് അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത ഏതോ പാപത്തിൻ്റെ പ്രശ്നമാണോ ഈ ജന്മപാപത്തിലൂടെ മോചിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ജന്മപാപത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് ജന്മപാപം നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് കിട്ടിയ ഒരു കാര്യമല്ല, അല്ലെ അവരുടെ ഏതെങ്കിലും തെറ്റായ പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടിയ ഒരു പാപമല്ല. ആദിമാതാപിതാക്കളുടെ പാപം മൂലം മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച ഒരു കുറവാണ്. ആ കുറവിലാണ് നമ്മൾ പങ്കാളിയാകുക. ആ കുറവിൽ പങ്കാളിയാകുന്നത് കൊണ്ട് നമ്മളെ ആ കുറവിൽ നിന്ന് രക്ഷിക്കാൻ മനുഷ്യപ്രകൃതിയിൽ പങ്കാളിയായ ഈശോ മിശിഹായുടെ വരപ്രസാദത്തിൽ നമ്മൾ പങ്കുചേരണം. അതാണ് മാമോദീസായിൽ സംഭവിക്കുക. അതുകൊണ്ട് ആദി മാതാപിതാക്കളോടും ഈശോയോടുമാണ് ഈ മാമോദീസായിൽ നമ്മൾ ബന്ധപ്പെടുന്നത്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ജന്മപാപാവസ്ഥയുമായി ബന്ധമൊന്നുമില്ല. ടീച്ചർ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ഈ ശാപം, പൂർവിക ശാപം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം അല്ലേ
ഈ പൂർവീയ ശാപം മോചിക്കപ്പെടുമോ, കുടുംബത്തിലുള്ള അങ്ങനെയുള്ള ശാപങ്ങളൊക്കെ നല്ല മാമോദിസായിലൂടെ മോചിക്കപ്പെടുമോ എന്നൊരു സംശയം ഈ നാളുകളിൽ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. ഒരു വ്യക്തിയും സ്നാനം സ്വീകരിക്കുമ്പോൾ, മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ എന്തെല്ലാം ശാപമുണ്ടോ അതിൽ നിന്നെല്ലാം ആ വ്യക്തി മോചിക്കപ്പെടുന്നു. ഗലാത്യ ലേഖനം 3:13 പറയുന്നുണ്ട്, ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നവർ എല്ലാ ശാപത്തിൽ നിന്നും മോചിതരാണ് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? ബെൻസി ടീച്ചർ. പിതാവേ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നത് വഴി നമ്മൾക്ക് എന്തൊക്കെ കൃപാവരങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ടോമി സാറിന് ചോദ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാം. കാരണം വെച്ചാൽ ഈ മാമോദിസ സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ പുതിയ സൃഷ്ടികളായി മാറുമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു. പക്ഷേ മാമോദിസ സ്വീകരിക്കാത്തവർ ചെയ്യുന്ന അതേ പാപങ്ങൾ തന്നെ മാമോദിസ സ്വീകരിച്ചവരും ചെയ്തു വരുന്നതായിട്ട് കാണുന്നു. അപ്പം പിന്നെ എന്ത് പുതുമയാണ് നമുക്ക് മാമോദിസ വഴി ലഭിക്കുന്നത് എന്ന് ഒന്ന് വിശദമാക്കിയാൽ. അതായത് സാറും ടീച്ചറും ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ, ടീച്ചർ ചോദിച്ചത് കുറേ കൂടി നിഷ്കളങ്കമായ ചോദ്യമായിരുന്നു അല്ലേ? എന്താണ് മാമോദിസ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടുന്നതെന്ന്. എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മതിയല്ലോ ഇതെന്നാണ് ടീച്ചറിൻ്റെ ചിന്ത. കിട്ടുന്നുണ്ട്, വലിയ കാര്യങ്ങളാണ് കിട്ടുന്നത്. എന്തൊക്കെയാണ് മാമോദിസായിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ? ജന്മപാപം ഇല്ലാതാവുന്നു. നമ്മൾ അതുവരെയും എന്തെങ്കിലും കർമ്മപാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മോചനം ലഭിക്കുന്നു. മൂന്നാമതായി, നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ആദിമാതാപിതാക്കൾക്ക് ദൈവവുമായൊരു സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെക്കാളും ഉയർന്ന സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു മാമോദിസായി. ഈശോമിശിഹായിൽ നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു എന്നത് സത്യം. നാലാമത്തെ ഫലം എന്താണ്? തിരുസഭയിലെ അംഗത്വം നമുക്ക് ലഭിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവുമായ സാർവത്രികവുമായ സഭയിൽ നമുക്ക് അംഗത്വം ലഭിക്കുന്നു. അഞ്ചാമതായി, നിത്യജീവന്, സ്വർഗഭാഗ്യത്തിന് നാം അവകാശമുള്ളവരായിത്തീരുന്നു എന്നുള്ളത്. സ്വർഗഭാഗ്യത്തിന് നമുക്ക് അവകാശം ലഭിക്കുന്നു. ഇങ്ങനെ 5 വലിയ കൃപകളാണ് മാമോദീസായിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സാറിൻ്റെ ചോദ്യം ഇതുമായി നേരിട്ട് ബന്ധമുള്ളത് അല്ലെങ്കിലും ബന്ധിപ്പിക്കാവുന്നതാണ്. എന്താണ് സാറ് ചോദിച്ചു? ഈ പറഞ്ഞ 5 മഹത്തായ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നല്ലാതെ അനുഭവത്തിൽ വരുമ്പോൾ നമ്മൾ പിന്നെയും വഞ്ചി തിരുനക്കരെ തന്നെ നിൽക്കുകയാണ്. അതാണ് സാറിൻ്റെ ചോദ്യം അല്ലേ? വളരെ നല്ലൊരു ചോദ്യമാണ്. മാമോദീസ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും തമ്മിൽ പ്രത്യക്ഷത്തിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ചോദ്യം പ്രസക്തമാണ്. അതായത് മനുഷ്യനിലെ പാപാവസ്ഥയെ അതിജീവിക്കാനുള്ള കൃപ ദൈവം ആ വ്യക്തിക്ക് മാമോദീസായിലൂടെ നൽകി. പിശാചിന് നമ്മുടെ മേലുള്ള ആധിപത്യം ഈശോമിശിഹ അവസാനിപ്പിച്ച് തന്നു. എന്നാൽ നമ്മുടെ ശക്തി തിരിച്ചറിയാതെ നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാപത്തിൽ വീഴുന്നത്. ബാംഗ്ലൂർ ഒരു സർക്കസ് കൂടാരത്തിന് തീ പിടിച്ചപ്പോൾ ചുമ്മാ ഒരു കുറ്റിയെ കെട്ടി ആന വെന്ത് മരിച്ചു പോയെന്നു. ആനയ്ക്ക് ആ കുറ്റിയെയും പറിച്ചുകൊണ്ട് പോകാൻ, ആ സർക്കസ് കൂടാരത്തിൻ്റെ വലിയ തമ്പടക്കം പറിച്ചുകൊണ്ട് പോകാനുള്ള ശേഷി അതിനുണ്ട് ഇല്ലേ? പക്ഷേ ആ പൊട്ടൻ ആന എന്ത് ചെയ്തു? അതിൻ്റെ ശക്തി അതിനറിയാൻ മേലാത്തതുകൊണ്ട് അതിനെ കുറ്റിയെ കെട്ടി അത് അവിടെ നിന്നു. അത് ഇനി അനങ്ങാൻ മേലെന്ന് അതിൻ്റെ വിചാരം. അവിടെ നിന്ന് അത് വെന്ത് ചത്തുപോയി. ഈ അവസ്ഥയിലാണ് പല ക്രിസ്ത്യാനികളും. ഈശോമിശിഹ മാമോദീസായിലൂടെ അവനിൽ വർഷിച്ച വരപ്രസാദത്തിൻ്റെ ആഴമേറിയ അർത്ഥം, അതിൻ്റെ യഥാർത്ഥ കൃപ ശക്തി അവന് മനസ്സിലാകാത്തത് കൊണ്ട് അവൻ സാത്താൻ്റെ അടിമയായി ഇപ്പോഴും തുടരുന്നു. പിശാചിൻ്റെ തന്ത്രം എന്താ? ഈ മാമോദീസായിലൂടെ ലഭിച്ച വരപ്രസാദത്തിൻ്റെ അർത്ഥവും ശക്തിയും അനുഭവിക്കാതെ നമ്മൾ ജീവിക്കണം. അതാണ് പിശാചിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പിശാച് നമ്മളെ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, മാമോദീസ സ്വീകരിച്ചെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, നീ എല്ലാവരെയും പോലെയാണ് എന്ന് പിശാച് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മൾ പലപ്പോഴും അതും കേട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മാമോദീസായുടെ കരുത്തിൽ നാം പിശാചിനോട് പറയണം, സാത്താനെ നീ ദൂരെ പോവുക, കാരണം ഈശോമിശിഹായുടെ തിരുരക്തത്താൽ മുദ്രിതമായ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറിയ
എൻ്റെ മേൽ നിനക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് സാത്താനെ ബഹിഷ്കരിച്ച് നമ്മൾ മാമോദീസായുടെ വരപ്രസാദം ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ വ്യത്യാസമുണ്ട്. പലപ്പോഴും മാമോദീസ സ്വീകരിച്ച് നമുക്ക് ഒന്നതിൻ്റെ ശക്തി അറിയത്തില്ല. ഇനി അറിഞ്ഞാലും പാപം ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഒരു സുഖവും സന്തോഷവും നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അതിൽ ഇങ്ങനെ കിടക്കുകയാണ്. പന്നിക്ക് ചെളിയിൽ കിടക്കുന്നത് ഒരു ആനന്ദമാണ് എന്ന് പറഞ്ഞതുപോലെ പല വിശ്വാസിക്കും പാപത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് ഒരാനന്ദമാണ്. അതിന് കുറ്റം ആരുടേതാണ്? എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അല്ലാണ്ട് അത് മാമോദീസ എന്ന കൂദാശയുടെ പ്രശ്നമോ മാമോദീസ മുക്കിയ അച്ഛൻ്റെ പ്രശ്നമോ തലതൊട്ടവരുടെ പ്രശ്നമോ ഒന്നുമല്ല. പാപത്തോട് സഹവസിക്കാനുള്ള എൻ്റെ വ്യക്തിപരമായ താല്പര്യവും ഇഷ്ടവുമാണ് എന്നെ പാപാവസ്ഥയിൽ നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയണം. പിതാവേ, മറ്റ് സഭകളിൽ നിന്ന് മാമോദിസ മുങ്ങിയവർ നമ്മുടെ സഭയിലേക്ക് വരുമ്പോൾ വീണ്ടും മാമോദിസ മുങ്ങുന്നവരുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? യെസ്, മറ്റ് സഭകളിൽ നിന്ന് നമ്മുടെ സഭയിലേക്ക് വരുമ്പോൾ മാമോദീസ മുങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, മാമോദീസ ഒരിക്കൽ മാത്രം സ്വീകരിക്കേണ്ട കൂദാശയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. മായാത്ത മുദ്ര പതിക്കുന്ന കൂദാശയാണ് മാമോദീസ. ഇനി ചില സഭകളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും സ്നാനം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം പറയുമ്പോൾ എവിടുന്നാണ് വരുന്നത് എന്നനുസരിച്ച് വേണം അതിന് തീരുമാനമെടുക്കാൻ. ഇതേക്കുറിച്ചുള്ള പൊതുതത്വം ഇതാണ്: മാമോദീസ എന്ന കൂദാശയെ ഈ പറഞ്ഞ അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന, ഏതൊക്കെ അർത്ഥത്തിലാണ്? ജന്മപാപം പോക്കുന്ന കൂദാശയായി, അതുപോലെ തന്നെ കർമ്മപാപം ഇല്ലാതാക്കുന്ന കൂദാശയായി, നമ്മളെ ദൈവമക്കളും പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥാനവുമാക്കി മാറ്റുന്ന കൂദാശയായി, തിരുസഭയിലെ അംഗങ്ങളാക്കുന്ന കൂദാശയായി, നിത്യഭാഗ്യത്തിന് അർഹരാക്കുന്ന കൂദാശയായി പരിഗണിച്ച് കൂദാശ പരികർമ്മം ചെയ്യുന്ന സഭകളിൽ നിന്ന് കത്തോലിക്ക സഭകളിലേക്ക് ആളുകൾ വന്നാൽ അവരെ വീണ്ടും മാമോദീസ മുക്കേണ്ടതില്ല. എന്നാൽ പല സഭകളുടെയും പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവർ ജന്മപാപമേ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അത്തരം സഭാവിഭാഗങ്ങളിൽ മാമോദീസ സ്വീകരിച്ചവർ ഇങ്ങോട്ട് വന്നാൽ വീണ്ടും ജ്ഞാനസ്നാനപ്പെടണം. കാരണം എന്താണ്? ആ സഭാവിഭാഗങ്ങളിൽ അതിനെ ഒരു കൂദാശയായിട്ടോ ജന്മപാപം പോക്കുന്ന ഒരു ദൈവീക കർമ്മമായോ അതിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിനാൽ അതിൽ മായാത്ത മുദ്ര പതിയുന്നില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് അത്തരം സഭകളിൽ നിന്ന് വരുന്നവർ വീണ്ടും സ്നാനപ്പെടണം എന്നാണ് സഭയുടെ നിലപാട്. ടോമി സാറ്, അത് നമ്മുടെ കേരള സമൂഹത്തെ സംബന്ധിച്ച് വരുമ്പോൾ ഏതൊക്കെ സഭകളിൽ നിന്ന് വരുന്നവരാണ് മുങ്ങേണ്ടത്, ഏതൊക്കെ സഭകളിൽ നിന്ന് വരുന്നവരാണ് മുങ്ങാൻ ആവശ്യമില്ലാത്തവർ എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അതായത് ഈ സഭകളെ അങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ഇടവകയിലെ നിങ്ങളുടെ ആത്മീയ പിതാവുമായിട്ട് ഇന്ന സഭയുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ വ്യക്തമായി കൃത്യമായ ഉത്തരം അവിടെ ലഭിക്കും. പക്ഷേ ദൈവശാസ്ത്രപരമായ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. ഏതെങ്കിലും സഭകളോട് കത്തോലിക്ക സഭയ്ക്ക് അകൽച്ച ഉള്ളതുകൊണ്ടോ അവരുടെ കൂദാശകളെ വില കുറച്ച് കാണിക്കാനോ ഒന്നുമല്ല ഈ നിലപാട്. മറിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ അല്ലെങ്കിൽ ശ്ലൈഹിക സഭകളുടെ വിശ്വാസം അനുസരിച്ച് ജന്മപാപത്തിൽ ഈ സഭകൾ വിശ്വസിക്കുകയും ആ ജന്മപാപം മാമോദീസായിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം. കത്തോലിക്കർ മാത്രമല്ല, അപ്പസ്തോലിക സഭകളുടെ എല്ലാം വിശ്വാസം അതാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പസ്തോലിക സഭകളിൽ നിന്ന് വരുന്നവരുടെ സ്നാനത്തെ നമ്മൾ അംഗീകരിക്കുന്നു. ശ്ലൈഹിക സഭകൾ, ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളിൽ നിന്ന് വരുന്ന സ്നാനത്തെ, വ്യക്തികളുടെ സ്നാനത്തെ നമ്മൾ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യാക്കോബായ ഓർത്തഡോക്സ് സഭകളുടെ ജ്ഞാനസ്നാനത്തെ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർ ഈ ഒരു വിശ്വാസം പൊതുവായി പങ്കുവയ്ക്കുന്നവരാണ്. എന്നാൽ മറ്റ് ചില സഭാവിഭാഗങ്ങൾ ജന്മപാപത്തെ അംഗീകരിക്കുന്നേയില്ല.
അത്തരം സഭാവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് ഇവാഞ്ചലിക്കൽ സഭകൾ ജന്മപാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമായതുകൊണ്ട് നാം വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ തിരുസഭയിൽ മാമോദീസായെ മനസ്സിലാക്കുന്ന രീതിയിലല്ല അവർ മനസ്സിലാക്കുന്നത്. അവർക്കതൊരു കൂദാശയായി അവർ പരിഗണിക്കാത്തപ്പോൾ പിന്നെ നമുക്കും അത് കൂദാശയായി പരിഗണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇത് ആരെയെങ്കിലും ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് അതൊരു ദൈവശാസ്ത്രപരമായ വിഷയത്തിലെ വ്യത്യാസമാണ് എന്ന് തിരിച്ചറിയും. പിതാവേ, മാമോദിസ നമ്മൾ ആദ്യമേ സ്വീകരിച്ചു കഴിഞ്ഞു. വീണ്ടും ഒരു തൈലാഭിഷേകത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ? വീണ്ടും നമ്മളെ തൈലലേപനത്തിൻ്റെ ആവശ്യമുണ്ടോ? അതെ, വീണ്ടും അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം നടപടി പുസ്തകം തന്നെ പറയുന്നുണ്ട്. എന്താണ്? അവർ മാമോദീസ സ്വീകരിച്ചിരുന്നെങ്കിലും അവർ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അപ്പസ്തോലന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു. അപ്പോൾ മാമോദീസായ്ക്ക് വെളിയിൽ സംഭവിക്കുന്ന പ്രത്യേകമായ ഒരു ആത്മീയ അഭിഷേകത്തെക്കുറിച്ച് വചനം തന്നെ നമുക്ക് സൂചന തരുന്നുണ്ട് എന്നുള്ളതിനാൽ സ്ഥൈര്യലേപനം വ്യത്യസ്തമായൊരു കൂദാശയായി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഈ മാമോദീസയെ ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട് അല്ലേ? എന്ത് തോന്നുന്നു? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിനന്ദ പിതാവ് ഇന്നത്തെ ദിവസങ്ങളിൽ സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും മുൻ എപ്പിസോഡുകളിൽ ഇപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രൈസ്തവ നാമങ്ങളൊക്കെ നിലനിർത്താൻ. പ്രത്യേകിച്ചും അത് നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും വളരെ ഉപകാരപ്രദമാണ്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് അറിയാതിരുന്ന കാര്യങ്ങൾ വളരെ ഹൃദ്യമായി അഭിനന്ദ പിതാവ് നമ്മളോട് സംസാരിച്ചു അല്ലേ? വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ കൂദാശ ജീവിതത്തിലെ അതിപ്രധാനമായ ആദ്യത്തെ കൂദാശ തന്നെയായ മാമോദിസയെക്കുറിച്ചുള്ള ഈ ഭാഗങ്ങൾ വളരെ ഹൃദ്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്ത അഭിമന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവിന് സീകാറ്റിൻ്റെയും ലോകമെമ്പാടുള്ള എല്ലാ ശാലോം പ്രേക്ഷകരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ എപ്പിസോഡുകളിലെല്ലാം നല്ല നിറഞ്ഞു നിന്ന് വളരെ ആക്റ്റീവായി ഈ ചർച്ചയിൽ പങ്കെടുത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാർത്തികപുരം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ മതാധ്യാപകരെന്ന നിലയിൽ തീർച്ചയായും നിങ്ങൾ നല്ല മികച്ച അധ്യാപകരാണ്. അതോടൊപ്പം തന്നെ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പണ്ഡിതരുമാണ് അല്ലേ? നല്ല ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ചോദിച്ചത്. നിങ്ങൾക്കും ഹൃദയപൂർവ്വം ശാലോമിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. കൂദാശ ജീവിതത്തിൻ്റെ തുടർന്നുള്ള സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, കുമ്പസാരം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് വീണ്ടും കാണും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി. സീകാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.